PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ICDS സൂപ്പർവൈസർ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 21/2/2025 നടത്തിയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 29 മുതൽക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ശ്രദ്ധിക്കുക. ദ ഓൺലി റീജിയണൽ റൂറൽ ബാങ്ക് ഫ്രം ഇന്ത്യ ഇൻക്ലൂഡഡ് ഇൻ ദ 2024 ഫോബ്സ് ലിസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് ബാങ്ക്സ്. 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക്. ഫെഡറൽ ബാങ്ക്, നബാർഡ് ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക്, മലനാട് ഗ്രാമവികസന ബാങ്ക്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക്. ദ ഓൺലി റീജിയണൽ റൂറൽ ബാങ്ക് ഫ്രം ഇന്ത്യ ഇൻക്ലൂഡഡ് ഇൻ ദ 2024 ഫോബ്സ് ലിസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് ബാങ്ക്സ്. 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്കാണ് കേരള ഗ്രാമീണ ബാങ്ക്. അടുത്ത ചോദ്യം. ഫോളോയിങ് ഓപ്ഷൻ ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇനി പറയുന്ന ഓപ്ഷൻ ഒരു തരം സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല. വിൻഡോസ്, ലിങ്കർ, MS എക്സൽ, ലോഡർ. ഉത്തരം ഓപ്ഷൻ സി MS എക്സൽ ആണ്. ബാക്കിയുള്ളതെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. വിൻഡോസ്, ലിങ്കർ, ലോഡർ എന്നിവയെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. MS എക്സൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല. അടുത്ത ചോദ്യം. ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് പ്രിവെന്റ് കോൺഗഷൻ ആൻഡ് ഡാറ്റ കൊളീഷൻസ്. തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്ന ഉപകരണം. പ്രോക്സി സെർവർ, സ്വിച്ച്, ഹബ്ബ്, ഗേറ്റ്വേ. ഓപ്ഷൻ ബി ആണ്. സ്വിച്ച് ആണ് ഉത്തരം. അടുത്ത ചോദ്യം. IT ആക്ട് 2000 ഈസ് നോട്ടിഫൈഡ് ഓൺ. IT ആക്ട് 2000 വിജ്ഞാപനം ചെയ്തത് 26 ജനുവരി 1999, 26 ജനുവരി 1999, 15 ഓഗസ്റ്റ് 1999, 17 ഓഗസ്റ്റ് 2000, ഒക്ടോബർ 2000, 17 ഒക്ടോബർ 2000, 10 ജനുവരി 2000. ഓപ്ഷൻ സി ആണ്. 17 ഒക്ടോബർ 2000. 17 ഒക്ടോബർ 2000 IT ആക്ട് 2000 വിജ്ഞാപനം ചെയ്തത്. ഒക്ടോബർ 17, 2000 IT ആക്ട് 2000 വിജ്ഞാപനം ചെയ്തത്. അടുത്ത ചോദ്യം. ദ നാഷണൽ അവാർഡ്സ് ഫോർ ഇ-ഗവേണൻസ് 2024 വെയർ കോൺഫേർഡ് ഡ്യൂറിംഗ് ദ 27th നാഷണൽ കോൺഫറൻസ് ഓൺ ഇ-ഗവേണൻസ് ഹെൽഡ് ഇൻ വിച്ച് സിറ്റി. ഏത് നഗരത്തിൽ നടന്ന ഇ-ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഇ-ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? മുംബൈ, ചെന്നൈ, കൊച്ചി, ഡൽഹി. ഉത്തരം ഓപ്ഷൻ എ ആണ്. മുംബൈ. ഏത് നഗരത്തിൽ നടന്ന ഇ-ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിനാണ് 2024 ഇ-ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? മുംബൈക്കാണ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സംഷൻ അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. 2005 വിവരാവകാശ നിയമം RTI പ്രകാരമുള്ള ഇളവ് ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ. ഇൻഫർമേഷൻ ദാറ്റ് കുഡ് എൻഹാൻസ് ദ ഫിനാൻഷ്യൽ ആക്സസിബിലിറ്റി ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. സർക്കാർ വകുപ്പുകളുടെ സാമ്പത്തിക പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കുന്ന വിവരങ്ങൾ. ഇൻഫർമേഷൻ പെർട്ടൈനിങ് ടു ഡെലിബറേഷൻസ് അറ്റ് ക്യാബിനറ്റ് മീറ്റിംഗ്സ്. മന്ത്രിസഭാ യോഗങ്ങളിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇൻഫർമേഷൻ ദാറ്റ് വുഡ് ഇംപീഡ് ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. ജുഡീഷ്യൽ റെക്കോർഡ്സ് ഓഫ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ്. ജഡ്ജിമാരുടെ നിയമനത്തിന്റെ ജുഡീഷ്യൽ രേഖകൾ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇൻഫർമേഷൻ പെർട്ടൈനിങ് ടു ഡെലിബറേഷൻസ് അറ്റ് ക്യാബിനറ്റ് മീറ്റിംഗ്സ്. മന്ത്രിസഭാ യോഗങ്ങളിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് 2025 വിവരാവകാശ നിയമപ്രകാരമുള്ള ഇളവ് ഇനി പറയുന്നതിൽ ഏതാണ്? മന്ത്രിസഭാ യോഗങ്ങളിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആക്യുറേറ്റ്ലി റിഫ്ലെക്ട്സ് ദ റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സ് അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരമുള്ള ഉപഭോക്താക്കളുടെ അവകാശത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? കൺസ്യൂമേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ഡിമാൻഡ് അൺലിമിറ്റഡ് റിട്ടേൺസ് ഓൺ ഓൾ പർച്ചേസ്ഡ് പ്രൊഡക്ട്സ് വിത്തൗട്ട് എനി കണ്ടീഷൻസ്. ഉപഭോക്താക്കൾക്ക് യാതൊരു നിബന്ധനകളുമില്ലാതെ വാങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങളിലും
പരിധിയില്ലാത്ത വരുമാനം ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. കൺസ്യൂമേഴ്സ് ക്യാൻ ഓൺലി സീക്ക് റിഡ്രസൽ ഫോർ കംപ്ലൈൻസ് ഇഫ് ദേ ഹാവ് എ ലോയർ റെപ്രസെൻറ്റിംഗ് ദം. ഉപഭോക്താക്കൾക്ക് തങ്ങളെ പ്രതിനിധീകരിച്ച് ഒരു അഭിഭാഷകനുണ്ടെങ്കിൽ മാത്രമേ പരാതികൾക്ക് പരിഹാരം തേടാൻ കഴിയൂ. കൺസ്യൂമേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബിഫോർ മേക്കിംഗ് എ പർച്ചേസ്. വാങ്ങുന്നതിന് മുൻപ് സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ച് അറിയിക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട്. കൺസ്യൂമേഴ്സ് ആർ നോട്ട് entitled to compensation for damages caused by defective products if they have used the product improperly. ഉപഭോക്താക്കൾ ഉൽപ്പന്നം തെറ്റായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കേടുപാട് സംഭവിച്ച ഉൽപ്പന്നങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ചോദ്യം എന്തായിരുന്നു? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരമുള്ള ഉപഭോക്താക്കളുടെ അവകാശത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഏതാണ്? കൺസ്യൂമേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബിഫോർ മേക്കിംഗ് എ പർച്ചേസ്. വാങ്ങുന്നതിന് മുൻപ് സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ച് അറിയിക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദെൻ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് accurately describes the function of National Human Rights Commission NHRC under the Protection of Human Rights Act 1993? 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRCയുടെ ഒരു പ്രവർത്തനത്തെ കൃത്യമായി വിവരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ എ. The NHRC can impose penalties on individuals for human rights violations. മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വ്യക്തികൾക്ക് പിഴ ചുമത്താൻ NHRCക്ക് കഴിയും. The NHRC is empowered to investigate human rights violations only upon receiving a formal complaint from a victim. ഇരയിൽ നിന്ന് ഔപചാരികമായ പരാതി ലഭിച്ചാൽ മാത്രമേ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കാൻ NHRCക്ക് അധികാരമുള്ളൂ. The NHRC can recommend measures to prevent human rights violations and promote awareness of human rights issues. മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനും മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ NHRCക്ക് ശുപാർശ ചെയ്യാൻ കഴിയും. NHRC has the authority to directly enforces laws related to human rights in India. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നേരിട്ട് നടപ്പിലാക്കാൻ NHRCക്ക് അധികാരമുണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ചോദ്യം എന്തായിരുന്നു? 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു പ്രവർത്തനത്തെ കൃത്യമായി വിവരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? NHRC can recommend measures to prevent human rights violations and promote awareness of human rights issues. മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനും മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ NHRCക്ക് ശുപാർശ ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യം. Which of the following statements accurately reflects the provision of the protection of children from sexual offences? POCSO Act 2012. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമത്തിന്റെ ഒരു വ്യവസ്ഥയെ ഇനി പറയുന്ന പ്രസ്താവനകളിൽ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ. The POCSO Act allows for a trial of cases to be conducted by any court without special provisions for child victims. ഇരകളായ കുട്ടികൾക്കായി പ്രത്യേക വ്യവസ്ഥകളില്ലാതെ ഏത് കോടതിയിലും കേസുകളുടെ വിചാരണ നടത്താൻ പോക്സോ നിയമം അനുവദിക്കുന്നു. The POCSO Act mandates that all cases must be investigated and tried within specified time frame to ensure swift justice for child victims. ഇരകളായ കുട്ടികൾക്ക് അതിവേഗ നീതി ഉറപ്പാക്കാൻ എല്ലാ കേസുകളും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യണമെന്ന് പോക്സോ നിയമം അനുശാസിക്കുന്നു. The POCSO Act permits to disclosure of the child's identity during legal proceedings to ensure transparency. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി നിയമ നടപടികളിൽ കുട്ടികളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പോക്സോ നിയമം അനുവദിക്കുന്നു. The POCSO Act requires that consent from children under 18 years is valid in case of sexual interaction provided they are relationship with the accused. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമ്മതം അവർ പ്രതികളുമായി ബന്ധത്തിലാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ സമ്മതം സാധ്യത
ഉള്ളതാണെന്ന് പോക്സോ നിയമം ആവശ്യപ്പെടുന്നു. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. പോക്സോ ആക്ട് പ്രകാരം നിയമത്തിന്റെ ഒരു വ്യവസ്ഥയെ പറയുന്ന പ്രസ്താവനകളിൽ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ് പറയുന്നത്? ഇരകളായ കുട്ടികൾക്ക് അതിവേഗ നീതി ഉറപ്പാക്കാൻ എല്ലാ കേസുകളും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യണമെന്ന് പോക്സോ നിയമം അനുശാസിക്കുന്നു. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.